ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സ്റ്റുഡൻസും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നമ്പർ 1, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ആൻസർ 1857. നമ്പർ 2, വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം. ആൻസർ 1498. നമ്പർ 3, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം. ആൻസർ പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം നടന്നത്. നമ്പർ 4, പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം? ആൻസർ ബംഗാൾ നവാബ് സിറാജുദ്ദൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. നമ്പർ 5, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. ആൻസർ 1885. നമ്പർ 6, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം. ആൻസർ 1600. ആൻസർ 1600. നമ്പർ 7, ലാൽ, ബാൽ, പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ. ആൻസർ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ. നമ്പർ 8, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ്. ആൻസർ ദാദാഭായ് നവറോജി. നമ്പർ 9, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി. ആൻസർ കാനിങ് പ്രഭു. നമ്പർ 10, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. ആൻസർ കൈസൺ പ്രഭു. നമ്പർ 11, മോണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം. ആൻസർ 1919. നമ്പർ 12, ജാലിയൻ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര്. ആൻസർ ജനറൽ റെജിനാൾഡ് ഡയർ. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നമ്പർ 13, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ. നമ്പർ 14, ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം. 1915 ജനുവരി 9. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം 1915 ജനുവരി 9. നമ്പർ 15, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്പർ 16, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. 1917 മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917. നമ്പർ 17, അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ. ആൻസർ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. നമ്പർ 18, മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് 1920 എന്തിൻ്റെ പ്രചാരണാർത്ഥം? ആൻസർ ഖിലാഫത്ത് പ്രസ്ഥാനം. നമ്പർ 19, മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി. ആൻസർ മഹാദേവ ദേശായി. സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനായി. നമ്പർ 20, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം. ആൻസർ ബെൽഗാം സമ്മേളനം 1924. ബെൽഗാം സമ്മേളനം 1924. നമ്പർ 21, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ്. ആൻസർ ബാലഗംഗാധര തിലകൻ. നമ്പർ 22, കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത. ആൻസർ ആനി ബെസൻറ്റ് 1917.
ആനി ബെസൻറ്റ് 1917. നമ്പർ 23, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി. ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി. നമ്പർ 24, സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത്. ആൻസർ മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. നമ്പർ 25, ദേശബന്ധു എന്നറിയപ്പെടുന്നത്. CR ദാസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത്. ആൻസർ CR ദാസ്. നമ്പർ 26, ഇത് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. നമ്പർ 27, കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത. ആൻസർ സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡുവാണ്. നമ്പർ 28, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം. ആൻസർ ഐക്യം, വിശ്വാസം, ത്യാഗം. നമ്പർ 29, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. നമ്പർ 30, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ. ആൻസർ ഇന്ത്യ വിൻസ് ഫ്രീഡം. നമ്പർ 31, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. നമ്പർ 32, ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി. ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. നമ്പർ 33, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? ആൻസർ 1930. 1930. നമ്പർ 34, ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം. ആൻസർ 1931. നമ്പർ 35, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം. 1942. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ഉയർത്തിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. നമ്പർ 36, അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നമ്പർ 37, ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം. ആൻസർ 1929 ലാഹോർ സമ്മേളനത്തിൽ. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷമാണ് 1929 ലാഹോർ സമ്മേളനത്തിൽ. നമ്പർ 38, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. നമ്പർ 39, നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടതെപ്പോൾ? ആൻസർ 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ. നമ്പർ 40, കുണ്ട്ര വിളംബരം 1809 പ്രഖ്യാപിച്ചത്. ആൻസർ വേലുത്തമ്പി ദളവ. 41, കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം. ആൻസർ ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. നമ്പർ 42, ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം. 1805 നവംബർ 20. 1805 നവംബർ 20. 43, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. നമ്പർ 44, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ആൻസർ ആചാര്യ JB കൃപലാനി. JB കൃപലാനി. 45, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി. ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു. 46, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക. ആൻസർ അരുണ ആസഫ് അലി. മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. 47,
മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. നമ്പർ 48. ഇന്ത്യയുടെ രാഷ്ട്രശില്പി. ആൻസർ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. 49. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ്. ആൻസർ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന. നമ്പർ 50. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.